ജിൽസി. യെസ്, നടരാജ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേറെ നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുള്ള വേലിക്കകത്ത വീട്, അദ്ദേഹത്തിന്റെ വികാര വിക്ഷോഭങ്ങൾ, അദ്ദേഹത്തിന്റെ നിർണായക തീരുമാനങ്ങൾ, അദ്ദേഹത്തിന്റെ സഹന തീക്ഷ്ണമായ ബാല്യം, ഇതൊക്കെ കണ്ട വേലിക്കകത്ത വീട്ടിലേക്ക് അദ്ദേഹം വളരെ നിശബ്ദനായി മൗനിയായി വീണ്ടും എത്തുമ്പോൾ അവിടെ അദ്ദേഹത്തെ അവസാനമായി കാണാനെത്തിയിരിക്കുന്നത് അത് ആലപ്പുഴക്കാർ മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകളടക്കം അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി എപ്പോഴോ എത്തിയിരിക്കുന്നു. ഇപ്പോൾ കരുനാഗപ്പള്ളിയിലേക്ക് എത്തിച്ചേരുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇനിയും ആ കാത്തിരിപ്പ് മണിക്കൂറുകൾ തന്നെ അവർക്ക് നീണ്ടേക്കാം. പക്ഷെ അതൊന്നും അവർ കാര്യമാക്കുന്നില്ല. കാരണം കണ്ണീർ മഴയത്ത് നിൽക്കുകയാണ്. അപ്പോൾ സാധാരണ മഴ നനഞ്ഞാൽ പോലും അവരെ അതൊന്നും ബാധിക്കുന്നില്ല. കാരണം അത്രത്തോളം ഹൃദയവേദനയോടെയാണ് അവർ നിൽക്കുന്നത്. VS എന്ന രണ്ടക്ഷരം ആർജവത്തോടെ, ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ പറ്റി ആലോചിക്കുമ്പോൾ VS എന്ന രണ്ടക്ഷരം അവരുടെ സിരകളിൽ പടർത്തിയ ലഹരിക്കൊപ്പം വരില്ല ഈ കാത്തുനിൽപ്പിന്റെ മുഷിച്ചിലും ദൈർഘ്യവുമെന്ന് അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ കാത്തു നിൽക്കുന്ന നിരവധി ആളുകൾക്കിടയിലേക്ക് VS അങ്ങനെ പതിയെ കടന്നു വരികയാണ്. ഇപ്പോൾ ചവറയിലാണുള്ളത്. കരുനാഗപ്പള്ളി പിന്നിടേണ്ടതുണ്ട്, ഉച്ചിറ പിന്നിടേണ്ടതുണ്ട്. അങ്ങനെ ഇനിയും മണിക്കൂറുകൾ എടുക്കും. ഇപ്പോൾ തന്നെ 6 മണിക്കൂറിലേക്ക് കടക്കുകയാണ്. കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിച്ചിട്ട് 10 മണിക്കൂറിലധികം എടുത്താണ് തിരുവനന്തപുരം ജില്ലാ അതിർത്തി കടക്കാൻ കഴിഞ്ഞത് എന്ന് തന്നെ ആലോചിക്കുമ്പോൾ അറിയാം VS എന്ന ജനപ്രിയ സഖാവിനെ എത്രത്തോളം അവസാനമായി കാണാൻ ആളുകൾ ആഗ്രഹിക്കുന്നു, യാത്രാഭിവാദ്യം നൽകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. വിപ്ലവാഭിവാദ്യം നൽകുന്ന ആളുകളെ പുലർച്ചെ പോലും നമ്മൾ റോഡിന് ഇരുവശവുമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചങ്കുപൊട്ടുമാർ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട്, കണ്ണേ കരളെ VS എന്ന് പറയുന്നുണ്ട് അവർ. അത് കേൾക്കാൻ VSന് കഴിയുന്നില്ലെങ്കിലും ഈ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം ഇപ്പോൾ യാത്ര തുടരുകയാണ്. അദ്ദേഹത്തെ അനുഗമിക്കുന്ന പ്രധാനപ്പെട്ട CPMന്റെ നേതാക്കളൊക്കെ തന്നെയുണ്ട്. മാത്രമല്ല ഇന്നലെ മുതൽ തന്നെ ഈ അദ്ദേഹത്തിന്റെ സംസ്കാരം നിശ്ചയിച്ചിരുന്ന ആലപ്പുഴ വലിയ ചുടുകാട് എല്ലാവിധ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയിരുന്നു. പക്ഷേ ആ സമയക്രമം ഇതുവരെ പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇങ്ങനെ കാത്തിരിക്കുന്ന ആളുകളെ, വാനിലുയരുന്ന മുഷ്ടികളെ അവഗണിച്ചുകൊണ്ട് ഈ വാഹന വ്യൂഹത്തിന്, ഈ വിലാപയാത്രയ്ക്ക് കടന്നു വരാൻ കഴിയില്ല. ഇനിയും ആ ആളുകളുടെ എണ്ണം കൂടുകയുള്ളൂ. നേരം വെളുക്കുന്നതോടുകൂടെ ഇപ്പോൾ കാണുന്നതിൻ്റെ ഇരട്ടി ജനസഞ്ചയം റോഡരികിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം. അപ്പോൾ അവർക്ക് VSനെ കാണേണ്ടതുണ്ട്, അവരുടെ പ്രിയ സഖാവിനെ അവസാനമായി അഭിവാദ്യം അർപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൂടെ കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന സമയക്രമം, ഏതാണ്ട് കണക്ക് കൂട്ടിയ സമയക്രമം എല്ലാം തെറ്റിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. ഇനിയും അത് കൂടുതൽ മാറിമറിയാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. പലയിടത്തും ദേശീയപാതയുടെ പണി നടക്കുന്നതൊക്കെ കൊണ്ട് തന്നെ അത് ആളുകൾക്ക് ഈ ഒരു അവസരത്തിൽ വളരെ ഉപകാരമായിരിക്കുന്നു. വളരെ പതിയെ പോകുന്നത് കൊണ്ട് തന്നെ അവർക്ക് മണിക്കൂറുകളായിട്ടുള്ള കാത്തിരിപ്പിനൊടുവിൽ VSനെ അല്പമെങ്കിലും, ഒരു നിമിഷമെങ്കിലും അവർക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളത് കൂടിയാണ്. അങ്ങനെ ആ വിലാപയാത്ര തുടരുകയാണ്. ആ ധാരാളം ആളുകളുടെ, വഴിയിലുടനീളം കാത്തിരിക്കുന്ന ധാരാളം ആളുകളുടെ ഹൃദയങ്ങളെ പൊള്ളിച്ചുകൊണ്ട് അവരൊരു പക്ഷേ പഴയകാല ഓർമ്മകളിലേക്ക് പോയിട്ടുണ്ടാകും. അവരുടെ സിരകളിൽ VS അച്യുതാനന്ദൻ എന്ന നേതാവ് പടർത്തിയ ലഹരി, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് കിട്ടാത്തത്ര ജനകീയത, സ്വീകാര്യത ഒക്കെ കിട്ടിയിരുന്ന ഒരു നേതാവ്, അദ്ദേഹം ഇപ്പോൾ കടന്നു വരികയാണ് ആലപ്പുഴയുടെ മണ്ണിലേക്ക്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലമായിരുന്ന മണ്ണിലേക്ക്. അദ്ദേഹം യാതനകൾ അനുഭവിച്ച് അദ്ദേഹത്തെ തന്നെ സ്ഫുടം ചെയ്തെടുത്ത മണ്ണിലേക്ക് അവസാനമായുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയിലെയാണ് ഇപ്പോൾ. ജോസി ബാബു ഉണ്ട്. ജോസി, കരുനാഗപ്പള്ളിയിലേക്ക് എത്തിയിട്ടില്ല ഇതുവരെ. ഇനിയും യാത്ര ഇങ്ങനെ തുടർന്നു പോവുകയാണ്. ചെറിയ മഴയുണ്ട്, പ്രകൃതി പോലും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥ കൂടിയുണ്ട്. പക്ഷേ കണ്ണീർ മഴയത്ത് നിൽക്കുന്ന ആളുകളെ അതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ മാത്രമാണ് ഒരല്പമെങ്കിലും വേഗത്തിൽ ആ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്നത് എന്ന് കൂടി തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനിയും ഒരുപാട് സമയം എടുത്തേക്കാം. സമയത്തെപ്പറ്റി ഇപ്പോൾ വേവലാതിപ്പെടേണ്ടതില്ല. കാരണം ഈ സ്നേഹാദരങ്ങളൊക്കെ VS അർഹിക്കുന്നതാണ്, അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടതുമുണ്ടല്ലേ? ജിൽസി, ഞാനിപ്പോൾ നിൽക്കുന്നത് ഓച്ചിറയിലാണ്. അല്പസമയത്തിനകം കരുനാഗപ്പള്ളിയിലെ അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായ ശേഷം ഓച്ചിറയിലേക്ക് എത്തും. കൊല്ലം ജില്ലയിലെ അവസാന പോയിന്റാണ് ഓച്ചിറ. ഇപ്പോൾ സമയം 5:40 ആളുകൾ, ഇന്നലെ മുതൽ കാത്തിരുന്ന ആ ആളുകൾ അണമുറിയാതെ ഇവിടെ കാത്തു നിൽക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോഴും ആവേശമൊട്ടും ചോരാതെ പ്രിയ നേതാവിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി സാധാരണക്കാർ, ആബാലവൃദ്ധം, ജനങ്ങൾ, പാർട്ടി പ്രവർത്തകർ എല്ലാം കാത്തു നിൽക്കുകയാണ്. റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി അവർ മഴയെ അവഗണിച്ചും പ്രിയ നേതാവിന് അവസാനമായി ഒരു നോക്ക് കാണുവാനും അന്തിമോപചാരം അർപ്പിക്കുന്നതിനും വേണ്ടി കാത്തിരിക്കുകയാണ്. ആ കാഴ്ചയാണ് നാം ഇപ്പോൾ ഓച്ചിറയിൽ നിന്നും പങ്കുവെക്കുന്നത്. സാധാരണക്കാരായ ആളുകൾക്കൊപ്പം ഈ ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്ത പേരാണ് VS എന്ന് വീണ്ടും വീണ്ടും
ദൃശ്യമാക്കുന്നതാണ് ഈ ഇവിടുത്തെ കാഴ്ചകൾ. ധാരാളം ആളുകൾ മഴയെ അവഗണിച്ചും ഇപ്പോഴും ഇവിടെ കാത്തു നിൽക്കുന്നു. ആ ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ പങ്കുവെക്കുന്നത്. പല ആളുകളുടെയും പ്രതികരണങ്ങളിലേക്ക് പോകാൻ കഴിയുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു. ചേട്ടാ, എത്ര സമയമായി നിങ്ങളിങ്ങനെ ഇവിടെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്? ഇന്നലെ വൈകിട്ട് 6 മണിക്ക് വന്നു. PS കണ്ടേ മടങ്ങും. അതെ കണ്ടേ മടങ്ങത്തുള്ളൂ. എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങളിവിടെ തഴവായി. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? എത്ര സമയമായി ഇങ്ങനെ കാത്തു നിൽക്കുന്നത്? ഇവിടെ അടുത്ത് തന്നെ ഇഷ്ടംപോലെ. ഞങ്ങളൊക്കെ ഉറങ്ങാത്ത സഹക്കളാണ്. പകുതി താഴ്ത്തിക്കിട്ട് ചെങ്കുടിക്ക് കീഴിൽ ഉറങ്ങാതെ നിൽക്കുന്ന ഒട്ടേറെ സഹക്കളാണ് ഇവിടെ BS കാണാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത്. പല പ്രായക്കാരുണ്ട്, ചെറിയ പ്രായക്കാർ മുതൽ പല പ്രായക്കാരിങ്ങനെ BS കാണാൻ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ BS അത്രത്തോളം വിഴയെടുപ്പമാണല്ലേ അത് മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും. ഇപ്പം നമ്മളിപ്പോൾ രാവിലെ ഇന്നലെ മുതലുള്ള ചാനലുകൾ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർ ഇതോടുകൂടി തീരുന്നുണ്ട്. പക്ഷേ ഇപ്പം തന്നെ പിഞ്ചു കുട്ടികളടക്കം ഇവിടെ വന്നിരിക്കുകയാണ്. അവർ ഈ കാര്യങ്ങളെല്ലാം തന്നെ കേട്ടും അറിഞ്ഞും കണ്ടും കേൾക്കുന്നതെല്ലാം കൂടെ തന്നെ അവരുടെ സമരവീര്യത്തെ കാണാൻ, ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ആയിരങ്ങൾ ഈ പോരാ മഴയത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമരവീര്യം ചോരത്തില്ല. ഇത് ഞങ്ങൾക്കുള്ള ആവേശമാണ്. ഇനി അങ്ങോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ നിലനിന്ന് പോകാനുള്ള, ഇനി വരുന്ന തലമുറയ്ക്കും നല്ല രീതിയിൽ പോകാനുള്ള ആവശ്യമായിട്ടുള്ള ഒരു ഇന്ധനമാണിത്. എന്തായാലും അവർ പറയുന്നത് പോലെ എല്ലാ പ്രായക്കാരെയും ഒരുപോലെ സ്വാധീനിച്ചൊരു നേതാവ്, ആ നേതാവിന് ആവേശോജ്വലമായൊരു യാത്രയയപ്പ് നൽകാനൊരുങ്ങുകയാണ്. നാട് ആകെ കാത്തു നിൽക്കുകയാണ്. ഈ സമയത്തും ഇന്നലെ രാത്രി മുതൽ അവർ കാത്തു നിൽക്കുകയായിരുന്നു. ഇപ്പോഴും അവർ അങ്ങനെ തന്നെ ഈ സാധാരണക്കാരിവിടെ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്നു.